എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. പണിമുടക്കുമായി ബന്ധപ്പെട്ട് കൊച്ചി റേഷൻ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊച്ചി താലൂക്ക് സപ്ലൈ ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. റേഷൻ വ്യാപാരികളുടെ സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം വേതന പാക്കേജ് പരിഷ്കരിക്കുക, ഡയറക്ട് പേയ്മെന്റ് സിസ്റ്റം കേന്ദ്ര സർക്കാർ നിർത്തലാക്കുക, കാലഹരണപ്പെട്ട ക്ഷേമനിധി സർക്കാർ പങ്കാളിത്തത്തോടെ പരിഷ്കരിക്കുക, തനത് വേതനം അതാത് മാസം തന്നെ നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേരളത്തിലെ വിവിധ സംഘടനയിൽപ്പെട്ട റേഷൻ വ്യാപാരികളുടെ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി കൊച്ചി താലൂക്കിൽ കൊച്ചി TSO ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. ശിബുദാസ് അധ്യക്ഷത വഹിച്ച ധർണയിൽ ഷിബു പത്രോസ് സ്വാഗതം പറഞ്ഞു. AKRDA സംസ്ഥാന സെക്രട്ടറി KK ഇസാഖ് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് കേരളത്തിലെ 14,000-ൽ പരം റേഷൻ കടകളിൽ നാമമാത്രമായ ചില കടകൾക്ക് മാത്രമേ പിടിച്ചു നിൽക്കാൻ കഴിയൂ. 3,000-ഓളം കടകൾക്ക് കേവലം 8,000 രൂപയിൽ താഴെയാണ് വരുമാനമുള്ളത്. റേഷൻ വ്യാപാരി ഒരു മാസം 45 കിൻഡലോളം വിറ്റാൽ മാത്രമേ, അതും 70% വിറ്റാൽ മാത്രമേ അവന് 18,000 രൂപ ലഭിക്കുകയുള്ളൂ. ആ 18,000 രൂപയിൽ നിന്ന് വേണം കേരളത്തിലെ ആ കടയുമായി ബന്ധപ്പെട്ട സെയിൽസ്മാൻ്റെ ശമ്പളം, പീഡിയ വാടക, കറണ്ട് ചാർജ്, സ്റ്റേഷനറി എല്ലാ തുകയും ആ 18,000 രൂപ കിട്ടുന്നതിൽ നിന്ന് വേണം ഇത് ചെയ്യാൻ. ഇപ്പോൾ റേഷൻ കട എന്ന് പറഞ്ഞാൽ ആർക്കും എവിടെ നിന്നും വേണമെങ്കിലും മേടിക്കാം. പോർട്ടബിലിറ്റി സിസ്റ്റമാണ്. അതനുസരിച്ച് ഒരു റേഷൻ കടക്കും അടിസ്ഥാനപരമായ കാർഡുകളില്ല. അബീഷ് ബഷീർ, അഷ്റഫ്, സുനിൽകുമാർ, ജോൺസൺ TS, TK മോഹൻദാസ്, RK ശ്രീകുമാർ, സണ്ണി എന്നിവർ സമരത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചു. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നാലേ ഈ സമരം മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. പേടി കൊണ്ടാണ് ഈ മാറി നിൽക്കുന്നത് തന്നെ. കാരണം ഓഫീസിൽ നിന്ന് സംബന്ധമായിട്ട് CRO മാരായിമാരൊക്കെ വല്ല ബുദ്ധിമുട്ടിക്കോ എന്നുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയാണ് ഇവരൊക്കെ പേടിച്ച് ഇതിലേക്ക് വരാത്തത്. പക്ഷേ ഇവർക്കൊക്കെ ഒരു സത്യമായിട്ടും ഒരു കാര്യം ഇവരോട് നമ്മൾ പറയണതാണ്, എന്ത് വന്നാലും സസ്പെൻഡ് ചെയ്താലും ഇവരെ കട നമ്മൾ തുറക്കുന്ന സാഹചര്യം വരികയാണ്. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.